മാർക്കറ്റിലോട്ട് പോകണ കണ്ടപ്പോൾ തന്നെ ഇവ പറഞ്ഞു എനിക്കൊരുത്തർ ബീഫ് വാങ്ങിയാൽ മതി, ബീഫ് തേങ്ങാക്കൊത്തിട്ട് എടുത്ത് തന്നെ എന്ന് പറഞ്ഞു. അത് എറിയെന്നാണ് ഇവിടെ പറയണത്, കിഡ്നി എന്നാണെന്ന് തോന്നണം കേട്ടോ പറയണേ, കറക്റ്റായിട്ട് എനിക്കറിയില്ല. അതെ, ബീഫൊക്കെ ഞാൻ കഴുകി എടുത്തിട്ട് ആവശ്യത്തിനുള്ള മസാലകളും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും എല്ലാം കൂടിയിട്ട് നല്ലോണം തന്നെ തിരുമ്മി എടുത്ത് ഇതിൽ പച്ചവെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് കുക്കറിലൊന്ന് വേവിക്കാൻ വെച്ചിട്ട് ചട്ടി വെച്ചപ്പോഴേക്കാളും ഞാൻ നോക്കിയില്ല, ചട്ടി പുകഞ്ഞു പോയിട്ടാ. ഞാൻ എന്നിട്ട് അവസാനം ഗ്യാസ് ഓഫ് ചെയ്ത് ചട്ടിയുടെ ആ പുകച്ചിലൊന്ന് മാറിക്കഴിഞ്ഞപ്പോഴേക്കാളും അതിനകത്തോട്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു സവാളയുടെ പകുതിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് ജോയ്സിന് ഇത്തിരി ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞ് അതും ഉണ്ടാക്കലുണ്ട്. അത് വഴന്നു വന്നപ്പോഴേക്കാളും അതിനകത്തോട്ട് പൊടികളായിട്ട് അതിനിടയിൽ ഞാൻ തേങ്ങാക്കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പൊടികളായിട്ട് നേരത്തെ ഇട്ട പൊടികളൊക്കെ തന്നെ ഇത്തിരി വറ്റൽമുളക് ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബീഫും കൂടി ഇട്ട് നല്ലോണം വെള്ളം വറ്റിച്ചങ്ങാട് എടുത്ത് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് ബീഫ് വേവിച്ചത്. ലാസ്റ്റ് ചേർക്കണതിന് മുമ്പ് ഇത്തിരി വെളിച്ചെണ്ണയും പച്ചവെളിച്ചെണ്ണയും വേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ടായി. പിന്നെ കുറച്ച് ജീരകം, വലിയ ജീരകവും ഇല്ലേ മസാല ജീരകം, അതും കൂടി ഇട്ട് കൊടുത്തിട്ടാ. ഇത് ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മോര് കാച്ചിയത് കൊടുത്തിട്ടുണ്ട്, ഒരിത്തിരി അച്ചാർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇരുന്ന് കഴിക്കണേന് അതിൻ്റെ അപ്പുറത്ത് തന്നെ ജോയ്സിന് ഇരുന്ന് കഴിക്കുന്നുണ്ട്.